السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. പൂർണ്ണ ചന്ദ്രന് മുമ്പുള്ള 3 ദിവസങ്ങളിൽ നോമ്പ് പിടിക്കുന്നു. അതായത് 13, 14, 15 തീയതികളിൽ ചന്ദ്രമാസ കലണ്ടർ അനുസരിച്ചിട്ട് സിയാമിൽ ബീദി 13 14 15. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, എൻ്റെ കൂട്ടുകാരൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഉദ്ദേശിക്കുന്നത്, എന്നോട് ഉപദേശിച്ചു 3 കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ചന്ദ്രമാസത്തിൽ 3 ദിവസം നോമ്പ് പിടിക്കുക, 2 റക്അത്ത് ദുഹ നമസ്കരിക്കുക, ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നമസ്കരിക്കുക. അത് നമ്മൾ നേരത്തെ 1178 ഹദീസിൽ കണ്ടതാണ്. عن أبي هريرة رضي الله عنه قال أوصاني خليلي صلى الله عليه وسلم ب3: صيام 3 أيام من كل شهر وركعات الضحى وأن أوتر قبل أن أنام. ആരെങ്കിലും ഒരാളെ സന്ദർശിക്കുകയും, അതായത് അതിഥിയായിട്ട് വന്നിരിക്കുകയാണ്, എന്നിട്ട് ആ വീട്ടിലുള്ള ആൾ സുന്നത്ത് നോമ്പ് മുറിക്കാതിരിക്കുകയും ചെയ്താൽ മൻസാറ ഖൗമൻ ഫലം യുഫ്തിർ എന്തവും. അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സുലൈമിൻ്റെ അടുത്തേക്ക് വന്നു, അല്ലെങ്കിൽ അവിടെ എത്തി വീട്ടിലേക്ക് വന്നു. അദ്ദേഹത്തിന് മുമ്പിൽ അവർ ഈന്തപ്പഴവും നെയ്യും വച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നെയ്യും ഈന്തപ്പഴമൊക്കെ അതിൻ്റെ പാത്രങ്ങളിലേക്ക് എടുത്തു വെച്ചേരെ, കാരണം ഞാൻ നോമ്പ് പിടിച്ചിരിക്കുകയാണ്, സുന്നത്ത് നോമ്പിലാണ്. എന്നിട്ട് അദ്ദേഹം എവിടെ എഴുന്നേറ്റ് നിന്നു, അവരുടെ വീട്ടിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു, ഉമ്മു സുലൈമിനെയും അവരുടെ കുടുംബത്തിനെയും അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഉമ്മു സുലൈം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, എനിക്ക് താങ്കളോട് ഒരു പ്രത്യേക അഭ്യർത്ഥനയുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണത്? അവർ മറുപടി പറഞ്ഞു, താങ്കളുടെ സഹായിയായ അനസിനും കൂടെ ദുആ ചെയ്യൂ എന്ന് ചോദിച്ചു. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. ഭയങ്കരമായ എന്തോ ദുആയാണ്. കാരണം അദ്ദേഹം ഈ ഭൂമിയിലെയോ അല്ലെങ്കിൽ പരലോകത്തെയോ ഇഹ പര ലോകങ്ങളിലുള്ള സകല നന്മയും ചോദിച്ചു എന്നാണ് പറയുന്നത്. അതിലൊന്നും വിട്ടുകളഞ്ഞില്ല എന്ന്. ആ മാതിരത്തൊരു ദുആയായിരുന്നു ദുആ ചെയ്ത്. അതെല്ലാം അള്ളാഹുവിനോട് കൊടുക്കാൻ പറഞ്ഞു എൻ്റെ മേളിലേക്ക്. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവേ, അനസിന് നീ സമ്പത്തും സന്താനങ്ങളും അനുഗ്രഹവും കൊടുക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനായിരുന്നു അൻസാരികളിലെ ഏറ്റവും ധനിക. എൻ്റെ മകള് ഉമൈന എന്നോട് പറഞ്ഞു, അൽ ഹജ്ജാജ് ബസ്രയിൽ നിന്ന് വന്നപ്പോൾ എൻ്റെ 120 പരം മക്കൾ മറവ് ചെയ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതായത് വയസ്സായി അത്രയധികം ആളുകൾ മരിച്ചു എന്ന്. അത്രയധികം സന്താന പരമ്പരയുള്ള ഒരു കുടുംബം, 120 വയസ്സായി ഒക്കെ മരിക്കണം, അല്ലെങ്കിൽ രോഗം വന്ന് അതിൻ്റെ സാധാരണ രീതിയിലുള്ള മരണം ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അല്ലാഹു അലം. عن أنس رضي الله عنه دخل النبي صلى الله عليه وسلم على أم سليم فأتته بتمر وسمن قال أعيدوا سمنكم في سقائه وتمركم في وعائه فإني صائم. ثم قام إلى ناحية من البيت فصلى غير المكتوبة فدعا لأم سليم وأهل بيتها فقالت أم سليم يا رسول الله إن لي حويصة قال لي ما هي؟ قالت خادمك أنس فما ترك خير آخرة ولا دنيا إلا دعا لي به. قال اللهم ارزقه مالا وولدا وبارك له فإني لمن أكثر الأنصار مالا. وحدثتني ابنتي أمينة أنه دفن لصلبي مقدم الحجاج البصرة 27 و100. മാസത്തിൻ്റെ അവസാനത്തിൽ നോമ്പ് പിടിക്കുന്നത് അസ്സൗമി മിൻ ആഖിരി ഷഹരി. ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമ്രാനോട് ചോദിച്ചു, അല്ലെങ്കിൽ ഒരാൾ വന്ന് ചോദിച്ചു, ഇമ്രാൻ കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു, അല്ലയോ അബു ഇന്ന ആളെ, അല്ലെങ്കിൽ ഇന്ന ആളുടെ പിതാവേ, താങ്കൾ ഇന്ന മാസത്തിൻ്റെ അവസാനത്തിൽ നോമ്പ് പിടിച്ചിരുന്നോ? ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് തോന്നുന്നത് റമളാൻ മാസത്തിനെ പറ്റിയിട്ട് എങ്ങാണ്ടാണ് ചോദിച്ചത് എന്നാണ്. ഇല്ല അള്ളാഹുവിൻ്റെ റസൂല് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് പറഞ്ഞു, നീ നോമ്പ് തീരുമ്പോൾ ശവ്വാലിൽ 2 ദിവസം കൂടി നോമ്പ് പിടിക്കുക. റിപ്പോർട്ടർമാരിലെ വേറൊരു പരമ്പരയിലൂടെ ഇത് വിശദീകരിക്കുന്നു. ഇമ്രാൻ പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, നീ ശഅബാനിലെ അവസാനത്തെ ദിവസങ്ങളിൽ നോമ്പ് പിടിച്ചോ എന്നാണ് ചോദിച്ചത് എന്ന്.
عن عمران بن حسين رضي الله عنهما عن النبي صلى الله عليه وسلم أنه سأله أو سأل رجلا وعمران يسمع فقال يا أبا فلان أما صمت سرر هذا الشهر قال أظنه قال يعني رمضان قال الرجل لا يا رسول الله قال فإذا أفطرت فصم يومين لم يقل الصلت أظنه يعني رمضان قال أبو عبد الله قال ثابت عن مطرف عن عمران عن النبي صلى الله عليه وسلم من سرر شعبان. മുമ്പുള്ള ഹദീസിന്റെ വിശദീകരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരോടാണോ ചോദിച്ചത് ആ മനുഷ്യൻ എല്ലാ മാസത്തിൻ്റെയും അവസാന ദിവസങ്ങളിൽ നോമ്പ് പിടിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. പക്ഷേ അവൻ ശഅബാൻ മാസത്തിൽ അത് പിന്തുടർന്നില്ല. അതായത് ശഅബാൻ മാസത്തിൻ്റെ അവസാനത്തിൽ ആ ആൾ നോമ്പ് പിടിച്ചില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ആ ആൾക്ക് റമദാൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ നോമ്പ് പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് ഉത്തരവിട്ടു, ശഅബാനിൽ നീ വിട്ടുപോയ സുന്നത്ത് നോമ്പുകൾ പിന്നീട് ശവ്വാലിൽ എപ്പോഴെങ്കിലും പിടിക്കണം എന്നും. ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഒരു ആരാധനാക്രമം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ, അതായത് എല്ലാ മാസത്തിൻ്റെ അവസാനം നോമ്പ് പിടിക്കാം എന്ന് തീരുമാനിച്ചാൽ അതങ്ങനെ തന്നെ തുടരണം. അതിലെവിടെയെങ്കിലും വിട്ടുപോയാൽ അതിന് പകരമായി അടുത്ത മാസത്തിൽ നോമ്പ് പിടിക്കണം. ഇനി ശഅബാൻ്റെ അവസാനത്തിലും നോമ്പ് പിടിക്കുന്ന ഒരു കുറ്റം അല്ല. ആ ആൾ എല്ലാ മാസത്തിലും അവസാനം നോമ്പ് പിടിക്കുന്ന ആളാണെങ്കിൽ ഫത്ഹുൽ ബാരിയിൽ കൂടുതൽ വിശദീകരണമുണ്ട്. വെള്ളിയാഴ്ച നോമ്പ് പിടിക്കുന്നത്, വെള്ളിയാഴ്ച മാത്രമായി നോമ്പ് പിടിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ഇതിൽ പറയുന്നത്. അതായത് വെള്ളിയാഴ്ച നോമ്പ് പിടിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരാൾ എഴുന്നേറ്റു, പക്ഷേ അയാൾ അതിന് മുമ്പുള്ള ദിവസം, അതായത് വ്യാഴാഴ്ച നോമ്പ് പിടിച്ചിട്ടില്ല, ശനിയാഴ്ച നോമ്പ് പിടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അപ്പോൾ അതിന് ശേഷമുള്ള ദിവസവും. അങ്ങനെയാണെങ്കിൽ ആ വെള്ളിയാഴ്ചത്തെ നോമ്പ് അവൻ മുറിക്കണം. സൗമി യൗമുൽ ജുമാഅത്തി വഇദാ അസ്ബഹ സ്വാഇമൻ യൗമുൽ ജുമാഅത്തി ഫഅലൈഹി അൻ യുഫ്തിറ. അപ്പോൾ വെള്ളിയാഴ്ച മാത്രമായിട്ട് നോമ്പ് പിടിക്കാൻ പാടില്ല എന്ന് ഇതിൽ നമ്മൾ മനസ്സിലാക്കണം. അടുത്ത ഹദീസിൽ വിശദീകരണം ഉണ്ടോ എന്ന് നോക്കാം ഇൻഷാ അല്ലാഹ്. മുഹമ്മദ് ബിൻ അബ്ബാദ് വിശദീകരിക്കുന്നു, ഞാൻ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ചകളിൽ നോമ്പ് പിടിക്കുന്നത് നിരോധിച്ചിട്ടുണ്ടോ? അദ്ദേഹം ഉവ്വ എന്ന് മറുപടി പറഞ്ഞു. മറ്റുള്ള റിപ്പോർട്ടർമാരിലൂടെ ഇതുകൂടെ കൂട്ടിച്ചേർക്കുന്നു, അവൻ വെള്ളിയാഴ്ച മാത്രം, ആ ഒരു ദിവസം മാത്രമാണ് നോമ്പ് പിടിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതായത് വെള്ളിയാഴ്ച മാത്രം നോമ്പ് പിടിക്കാമെന്ന് വിചാരിച്ചാൽ അത് പാടില്ല. വ്യാഴം വെള്ളി ശനി നോമ്പ് പിടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളിയാഴ്ചയും കൂടി നോമ്പ് പിടിക്കാം. വെള്ളിയാഴ്ചകളിൽ മാത്രം നോമ്പ് പിടിക്കാൻ പാടില്ല. عن محمد ابن عباد قال سألت جابر رضي الله عنه عن النبي صلى الله عليه وسلم عن صوم يوم الجمعة قال نعم زاد غير أبي عاصم يعني أن ينفرد بصومه. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടു, നിങ്ങളാരും വെള്ളിയാഴ്ച നോമ്പ് പിടിക്കരുത്. അതിന് മുമ്പുള്ള ദിവസമോ അതല്ലെങ്കിൽ അതിന് ശേഷമുള്ള ദിവസമോ നോമ്പ് പിടിച്ചാലല്ലാതെ. അപ്പോൾ ഇതിൽ നിന്ന് പറയുന്നത് ഒരു ദിവസം പിടിച്ചാലും മതി എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും വേണമെങ്കിൽ പിടിക്കാം, വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും വേണമെങ്കിൽ പിടിക്കാം, അല്ലെങ്കിൽ വ്യാഴം വെള്ളി ശനി പിടിക്കാം, വെള്ളി മാത്രം പിടിക്കാൻ പാടില്ല. عن أبي هريرة رضي الله عنه قال سمعت النبي صلى الله عليه وسلم يقول لا يصوم أحدكم يوم الجمعة إلا يوما قبله أو بعده. ജുവൈരിയ ബിന്ത് അൽ ഹാരിസ് റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുത്ത് ചെന്നു, അതായത് ജുവൈരിയെ സന്ദർശിച്ചു. ഒരു വെള്ളിയാഴ്ചയായിരുന്നു, അവർ അന്ന് നോമ്പിൽ ആയിരുന്നു. അദ്ദേഹം അവളോട് ചോദിച്ചു, നീ ഇന്നലെ നോമ്പ് പിടിച്ചോ? അവർ പറഞ്ഞു ഇല്ല. അദ്ദേഹം ചോദിച്ചു, നീ നാളെ നോമ്പ് പിടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, എന്നാൽ ഇന്നത്തെ നോമ്പ് മുറിച്ചോളുക. മറ്റുള്ള റിപ്പോർട്ടർമാരുടെ നിരയിലൂടെ വിശദീകരിക്കുന്നു, അബൂ അയ്യൂബ് പറഞ്ഞതായിട്ട് പറയപ്പെടുന്നു, അവരോട് അദ്ദേഹം ഉത്തരവിട്ടു, എന്നിട്ട് അവർ ആ നോമ്പ് മുറിച്ചു. عن جويرية بنت الحارث رضي الله عنها أن النبي صلى الله عليه وسلم دخل عليها يوم الجمعة وهي صائمة فقال أصمت أمس؟ قالت لا. قال تريديني أن تصومي غدا؟ قالت لا. قال فافطري. وقال حماد بن الجادي سمع قتادة حدثني أبو أيوب أن جويرية حدثته فأمرها فأفطرت. ആർക്കെങ്കിലും ഒരു പ്രത്യേക ദിവസങ്ങൾ നമുക്ക് നോമ്പ് പിടിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കാമോ? ഹൽ യഖുസ്സു ഷൈഅൻ മിനൽ അയ്യാം. അൽഖമ വിശദീകരിക്കുന്നു, ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
ചില പ്രത്യേക ദിവസങ്ങളിൽ എന്തെങ്കിലും കൂടുതൽ ആരാധനകൾ ചെയ്യാറുണ്ടായിരുന്നോ അല്ലെങ്കിൽ കൂടുതൽ അമലുകൾ ചെയ്യാറുണ്ടായിരുന്നോ? അവർ പറഞ്ഞു ഇല്ല. അദ്ദേഹത്തിൻ്റെ അമലുകളെല്ലാം സ്ഥിരം ആയിരുന്നു, സ്ഥിരത ഉള്ളതും ആയിരുന്നു. അതായത് ഇത്ര റക്അത്ത് നിസ്കാരം, ഇത്ര ദിവസങ്ങളിലൂടെ നോമ്പ്, ഇത്ര സുന്നത്ത്, അങ്ങനെയൊക്കെ. അല്ലാതെ ഒരു ദിവസം കൂടുതൽ ചില ദിവസങ്ങളിൽ കൂടുതൽ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ സീസണൽ അല്ല. നിങ്ങൾക്ക് ആർക്കാണ് അത്രയധികം നിശ്ചയദാർഢ്യം അല്ലെങ്കിൽ സ്ഥൈര്യത അല്ലെങ്കിൽ സ്ഥിരമായ ഒരു ആചാര രീതി, ജീവിത രീതി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ചിരുന്ന അല്ലെങ്കിൽ അനുഭവിച്ചിരുന്ന അത്രയും നിങ്ങൾക്ക് ആർക്കാണ് സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്ന്. അപ്പോൾ അതായത് റസൂൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നും അതുപോലെ നിങ്ങൾക്ക് ആർക്കും ചെയ്യാൻ പറ്റില്ല എന്നാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. 8ാമത്തെ കാര്യത്തിൽ ഹദീസ് നമ്പർ 6561, 62, 66 ഹദീസുകളിലൂടെ ഇത് കൂടുതൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അൻ അൽഖമത ഖുൽതു ലി ആയിഷത റളിയല്ലാഹു തആല അൻഹാ ഹൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തസ്സു മിനൽ അയ്യാമി ശൈഅ ഖാലത് ല കാനത അമലുഹു ദീമതൻ വഅയ്യുകും യുതീഖു മാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുതീഖു. അറഫ ദിവസം നോമ്പ് നോക്കുന്നത്. ബാബു സൗമി യൗമി അറഫ. ഉമ്മുൽ ഫള് ബിൻത് അൽ ഹാരിസ് വിശദീകരിക്കുന്നു, ആളുകൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു, അത് വെള്ളിയാഴ്ചയും അറഫ ദിനവും ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് നോമ്പ് ആണോ അല്ലയോ എന്ന്. വെള്ളിയാഴ്ചയാണ്, അതുകൊണ്ട് നോമ്പ് പിടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയം അറഫ ആയതുകൊണ്ട്. അപ്പോൾ അത് കുറച്ച് പേര് പറഞ്ഞു അദ്ദേഹം നോമ്പിലാണ് എന്നും, കുറച്ച് പേര് പറഞ്ഞു അല്ല അദ്ദേഹം നോമ്പിലല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു പാത്രം പാല് അങ്ങോട്ട് കൊടുത്തു വിട്ടു ഒരാളുടെ അടുത്ത്. അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തിൻ്റെ പുറത്ത് ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം അത് കുടിച്ചു. അപ്പോൾ അറഫ ദിവസമായിട്ട് കൂടി വെള്ളിയാഴ്ച മാത്രം നോമ്പ് പിടിച്ചില്ല എന്ന് വേണമെങ്കിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കാം. عن أم الفضل بنت الحارث أن ناسا تماروا عندها يوم عرفة في صوم النبي صلى الله عليه وسلم فقال بعضهم هو صائم وقال بعضهم ليس بصائم فأرسلت إليه بقدح لبن وهو واقف على بعيره فشربه. മൈമൂന റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, ആളുകൾക്ക് സംശയമുണ്ടായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിലാണോ അല്ലയോ എന്ന്. അത് അറഫ ദിവസം ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു പാത്രം പാല് കൊടുത്തയച്ചു. അദ്ദേഹം അറഫയിൽ നിൽക്കുകയായിരുന്നു, അദ്ദേഹം അത് കുടിച്ചു, ആളുകൾ അത് കാണുന്നുണ്ടായിരുന്നു. عن ميمونة رضي الله عنها أن الناس شكوا في صيام النبي صلى الله عليه وسلم يوم عرفة فأرسلت إليه بحلاب وهو واقف في المواقف فشرب منه والناس ينظرون. ഈദുൽ ഫിത്റിൻ്റെ ആദ്യ ദിവസം നോമ്പ് പിടിക്കുന്നത് സ്വൗമി യൗമിൽ ഫിത്രി. അബൂ ഉബൈദ വിശദീകരിക്കുന്നു, ഇബ്ന് അസ്ഹറിൻ്റെ അടിമയാണ് ഞാൻ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം പെരുന്നാൾ അല്ലെങ്കിൽ ഈദ് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുമിച്ച് ആഘോഷിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു നോമ്പ് പിടിക്കുന്നത് 2 ദിവസങ്ങളിൽ. ഒന്ന് എന്ന് പറയുന്നത് നീ നോമ്പ് മുറിക്കുന്ന ദിവസം, അതായത് റമദാൻ തീർന്നു പിറ്റേ ദിവസം പെരുന്നാളാണ്, ചെറിയ പെരുന്നാൾ ദിവസമാണ്, അന്ന് നോമ്പ് പിടിക്കാൻ പാടില്ല. പിന്നെ ഒന്ന് എന്ന് പറയുന്നത് നിന്റെ അറവ് അല്ലെങ്കിൽ ബലി കഴിഞ്ഞിട്ട് ആ ഇറച്ചി തിന്നേണ്ട ദിവസം, അതായത് ബലി പെരുന്നാൾ ദിവസം, അന്നും നോമ്പ് പിടിക്കാൻ പാടില്ല. അതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, ആദ്യത്തെ ദിവസം ഈദുൽ ഫിത്റിൻ്റെ എന്ന് പറയുന്നത് പെരുന്നാൾ ദിവസവുമാണ്, അതുപോലെ ഈദുൽ അദ്ഹ, ഈ 2 ദിവസങ്ങളെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. عن أبي عبيد مولى ابن أزهر قال شهدت العيد مع عمر بن الخطاب رضي الله عنه فقال هذان يومان نهى رسول الله صلى الله عليه وسلم عن صيامهما يوم فطركم من صيامكم واليوم الآخر تأكلون فيه من نسككم. അബൂ സഈദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് വിരോധിച്ചു ഈദുൽ ഫിത്ർ ദിവസവും ഈദുൽ അദ്ഹ ദിവസവും, 2 സദ്യ ദിവസങ്ങളിൽ, 2 ആഘോഷ ദിവസങ്ങളിൽ. അസമ്മാ എന്ന് പറയുന്ന ഒറ്റത്തുണി വസ്ത്രം, ഒരു തുണി കൊണ്ട് മേല് മുഴുവൻ മൂടുന്ന ഒരു തരം വസ്ത്രമാണ്, അത് വിരോധിച്ചു. പിന്നെ ഒരു കാല് മടക്കി വെച്ച് ഇരിക്കുന്നത് ഒറ്റ തുണി എടുത്തിരിക്കുമ്പോൾ, അതായത് തുണി മര്യാദയ്ക്ക് ഫ്രണ്ടിലുണ്ടാവില്ല എന്നുകൊണ്ടായിരിക്കും അല്ലാഹു ആലം. ഇങ്ങനെയുള്ള 3 കാര്യങ്ങളാണ് വിരോധിച്ചത്. 2 പെരുന്നാൾ ദിവസങ്ങളിൽ നോമ്പ് പിടിക്കുന്നു, സമ്മാ എന്ന് പറയുന്ന ഒറ്റത്തുണി വസ്ത്രം ധരിക്കുന്നു, ശരീരം മുഴുവൻ മൂടുന്നത്, പിന്നെ ഒറ്റത്തുണി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാല് മടക്കി വെച്ച് ഇരിക്കുന്നത്. عن أبي سعيد رضي الله عنه قال نهى رسول الله صلى الله عليه وسلم عن صوم يوم الفطر والنحر وعن السماء وأن يحتبي الرجل في الثوب الواحد.
അബൂ സഈദ് കൂട്ടിച്ചേർക്കുന്നു, അദ്ദേഹം വിരോധിച്ചിട്ടുണ്ട് നമസ്കരിക്കുന്നത് ഫജ്ർ കഴിഞ്ഞതിന് ശേഷവും അസർ കഴിഞ്ഞതിന് ശേഷവും. വൻ സ്വലാത്തിൻ ബാദ സുബ്ഹി വൽ അസ്രി, നോമ്പ് പിടിക്കുന്നത് നഹർ ദിവസം, അതായത് ഈദുൽ അദ്ഹയുടെ ആദ്യ ദിവസം, ഒന്നാം ദിവസം. സൗമി യൗമിൻ നഹരി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, 2 നോമ്പുകൾ വിരോധിച്ചിരിക്കുന്നു, 2 തരത്തിലുള്ള കച്ചവടങ്ങളും വിരോധിച്ചിരിക്കുന്നു. ഒന്ന് ഈദുൽ ഫിത്ർ, ഈദുൽ അദ്ഹ ദിവസങ്ങളിൽ നോമ്പ് പിടിക്കുന്നത്, 2 പെരുന്നാൾ ദിവസങ്ങളിൽ നോമ്പ് പിടിക്കുന്നത് വിരോധിച്ചിരിക്കുന്നു, നോമ്പ് പിടിക്കാൻ പാടില്ല. 2 തരത്തിലുള്ള കച്ചവടങ്ങൾ എന്ന് പറയുന്നത് മുലാമസയും മുനാബദയുമാണ്. അത് അന്ന് കാലങ്ങളിൽ നിലവിലുണ്ടായിരുന്ന 2 കച്ചവട രീതികളാണ്. അത് ഇസ്ലാമിന് മുമ്പ് ജാഹിലിയ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന 2 തരം കച്ചവട രീതികളാണ്. മുലാമസ എന്ന് പറയുന്നത് കച്ചവടത്തിന് വേണ്ടി നിരത്തി വെച്ചിരിക്കുന്ന സാധനങ്ങളിൽ നമ്മൾ തൊട്ടാൽ ആ സാധനം മേടിച്ചിരിക്കണം. അങ്ങനെയായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിലെ നിയമം. ഇപ്പോൾ ചെന്ന് നോക്കുന്ന ആളൊന്നും തൊട്ട് നോക്കിയാൽ എടുത്ത് നോക്കി സാധനം തിരിച്ചു വയ്ക്കാൻ പാടില്ല, തൊട്ടാൽ മേടിച്ചിരിക്കണം. അത് വിരോധിച്ചു. മുനാബദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടക്കാരൻ ചിലപ്പോൾ ഇങ്ങനെ ഒരാൾ നടന്നു പോകുമ്പോഴേക്കും അല്ലെങ്കിൽ അവിടെ നോക്കി നിൽക്കണേ ഉള്ളൂ, അയാളുടെ മേത്തേക്ക് ഇങ്ങനെ എറിയും. അപ്പോൾ അത് നമുക്ക് മേടിച്ചേ പറ്റുള്ളൂ. കച്ചവടക്കാരൻ നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് മേടിപ്പിക്കുന്നു. ഈ 2 തരത്തിലുള്ള കച്ചവടവും നിരോധിച്ചിരിക്കുന്നു. عن أبي هريرة رضي الله عنه قال ينهى عن صيمين بيعتين الفطر والنهر والملامسة والمنابذة. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.